ഇന്നത്തെ ബ്രേക്ക്ഫാസ്റ്റിന് അപ്പവും മുട്ട റോസ്റ്റും ആയിരുന്നേ. ഈ മുട്ട റോസ്റ്റ് വളരെ സിമ്പിളായിട്ട് ഉണ്ടാക്കാൻ പറ്റുമെങ്കിലും പലരും ഉണ്ടാക്കുന്ന മുട്ട റോസ്റ്റിന് പല ടേസ്റ്റാണ്. മെയിനായിട്ടും നമ്മൾ ഈ സവാള നന്നായിട്ട് കനം കുറഞ്ഞരിഞ്ഞാൽ മാത്രമേ നമ്മൾ വിചാരിക്കുന്ന അത്ര ടേസ്റ്റ് മുട്ട റോസ്റ്റിന് കിട്ടുള്ളൂ. ആദ്യം നമുക്ക് ഇതേപോലെ അടി കട്ടിയുള്ളൊരു പാത്രം വെക്കാം. അതിൽ കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ചിട്ട് കുറച്ച് ഇഞ്ചി വെളുത്തുള്ളി ചതച്ചതും പിന്നെ ഈ സവാളയും കൂടെ ചേർക്കാം. കുറച്ച് ഉപ്പും കൂടെ ഇട്ടിട്ടുണ്ട്. ഇനി നന്നായിട്ടൊന്ന് ഇളക്കിയതിന് ശേഷം കുറച്ച് കറിവേപ്പിലയും കൂടെ ഇടാം. ഇനി തീ കുറച്ച് വെച്ചിട്ട് ഇടയ്ക്കൊന്ന് ഇളക്കി കൊടുത്താൽ മതി. കുറച്ച് നേരം ക്ഷമയോടെ കാത്തിരുന്നാൽ നമ്മുടെ സവാള നന്നായിട്ട് വഴന്ന് കിട്ടേ. കൂടെ കഴിക്കാൻ നമ്മൾ അപ്പമാണ് ഉണ്ടാക്കുന്നത്. അപ്പം ഇപ്പുറത്തെ അടുപ്പിൽ നിന്ന് റെഡിയാവുന്ന സമയം കൊണ്ട് നമ്മുടെ സവാള നന്നായിട്ട് വഴണ്ടിട്ടുണ്ട്. ഇനി നമുക്ക് അതിലോട്ട് കുറച്ച് മുളക് പൊടിയും മഞ്ഞൾപ്പൊടിയും കുരുമുളക് പൊടിയും കുറച്ച് ഗരം മസാലയും കൂടെ ചേർക്കാം. തക്കാളി ഞാൻ ഇതേപോലെ അരച്ചിട്ടാണ് ചേർത്തത്. പിന്നെ കുറച്ച് വെള്ളം കൂടെ ഒഴിച്ചിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യാം. പിന്നെ ഒരു നുള്ളു പഞ്ചസാരയും കൂടെ ചേർത്തിട്ടുണ്ട്. പിന്നെ കുറച്ച് മല്ലിയിലയും പുഴുങ്ങിയ മുട്ടയും കൂടെ ചേർത്താൽ ദേ നമ്മുടെ മൊഞ്ചുള്ള മുട്ട റോസ്റ്റ് ഇവിടെ റെഡി.